മാന്യമഹാജനങ്ങളെ വടകരയിലാണ്. വടക്കൻ കേരളത്തിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ഉശിരൻ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലം. കടത്തനാടിന് മുന്നിൽ മാറ്റുരയ്ക്കുന്നത് പി ജയരാജനും കെ മുരളീധരനും. NDA സ്ഥാനാർത്ഥിയായി സജീവനും രംഗത്തുണ്ട്. മാന്യമഹാജനങ്ങളെ എന്നും കൊട്ടിക്കലാശം നടക്കുകയാണ് വടകരയുടെ മണ്ണിൽ. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശം. വടകരയെ സംബന്ധിച്ച്, വടകരയിലെ രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. കിട്ടാവുന്നതിൽ ഏറ്റവും കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നു. വടകരയുടെ മണ്ണിൽ ആര് വാഴും, ആര് വീഴും, എന്താണ് ഇവിടുത്തെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറയാനുള്ളത്? ഇവിടെ LDF UDF മരിച്ചാൽ 5 കൊല്ലം ചക്കരക്കുടത്തിന് കൈയിട്ട് വരും. അത് പി ജയരാജനല്ല, മുല്ലപ്പള്ളിയിൽ ആരാണ് ശരി. ഇവിടെ ജനങ്ങൾക്ക് സമാധാനം വേണം. അല്ലാണ്ട് വെട്ടിക്കൊല നടത്തവർക്ക് അധികാരം ആർക്കില്ല. ഉണ്ടോ ഇത് ഇതുവരെ ഒരു ജനങ്ങൾ സംസാരിക്കാത്തൊരു വാക്കാണ്. HMT വന്ന് ബാബു എന്ന് അറിയപ്പെടാത്ത വ്യക്തിയില്ല. ഇവിടെ വന്ന് LDF UDF അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിൽ ജനങ്ങളെ പ്രശ്നത്തിന് പോകുമ്പോൾ ഇത് വന്ന് MP കേന്ദ്രത്തിൽ പോകുമ്പോൾ എന്താക്കും, എനക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. വോട്ട് ചെയ്യുമ്പോൾ എന്താക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണുമില്ല. പിന്നെ അടുത്ത മാന്യമഹാജനങ്ങളെ, വടകര മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് പി ജയരാജൻ. ഈ മണ്ഡലത്തിൽ മതേതര സംസ്കാരം വളർത്തിയെടുക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ വലിയ പരിശ്രമമാണ്, നേതൃത്വമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരാൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതിന് പാർലമെന്റിനകത്ത് നേതൃത്വം കൊടുക്കാൻ കഴിവുറ്റ ധീരനായ ഒരു പോരാളി എന്നുള്ള നിലയിൽ പി ജയരാജനെ വിജയിപ്പിക്കാൻ എല്ലാ വോട്ടർമാരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മഹാജനങ്ങളെ, ഇവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാർ ഇവിടെ കൊണ്ടുവന്ന വികസനം വടകര കാണാത്ത വികസനമായിരുന്നു. ഒരുപാട് വികസനം വടകരയ്ക്ക് വേണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡറുടെ മകൻ കെ മുരളീധരൻ എന്നാണ് ഇവിടെ കാൻഡിഡേറ്റായി വന്നിരിക്കുന്നത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയം മുതൽ ഒരു ജനങ്ങൾ എടുത്തിട്ടാണ്. അത്രയും ജനസമുദ്രമായിരുന്നു അദ്ദേഹം വന്ന സമയത്തുണ്ടായിരുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിൽ കൂടി വന്ന നമ്മുടെ ലീഡറുടെ മകൻ, അദ്ദേഹം തൊഴിലാളികളെ ഞാൻ പറയുന്നത്, ഞാനൊരു തൊഴിലാളി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ, കെ മുരളീധരൻ വന്ന തൊഴിലാളിക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടുകയും പാർലമെന്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു നേതാവുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഏക ഒരു സംഘടനയാണ് BJP എന്ന ഒരു സംഘടന. അതിനു വേണ്ടി ഞാൻ എൻ്റെ വോട്ട് PK സജീവന് മാത്രം. നരേന്ദ്രമോദി സർക്കാരിന്റെ നല്ല നേട്ടങ്ങളെ പറ്റി നരേന്ദ്രമോദി സർക്കാരിന്റെ നല്ല നേട്ടങ്ങൾക്ക് വേണ്ടി വീണ്ടും വോട്ട് ചെയ്യുക. ഇവിടെ വടകര പാർലമെന്റ് സ്ഥാനാർത്ഥിയെ സജീവനും വോട്ട് ചെയ്ത് വിജയിക്കുക. മാന്യമഹാജനങ്ങളെ, 23ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം 23-ാം തീയതി നടക്കുകയാണല്ലോ. എന്തുകൊണ്ടും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നമ്മുടെ രാജ്യം നിലനിൽക്കണമോ, ഈ നാട് നിലനിൽക്കണമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യം നിലനിൽക്കണമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതരത്വ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും എന്നേക്കുമായി അധികാര കസേരയിൽ നിന്നും മാറ്റി നിർത്തുന്നതിനു വേണ്ടിയുള്ള ത്യാഗപൂർണമായ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് മത്സരിക്കുന്ന വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ജനകീയനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പി ജയരാജൻ എന്തുകൊണ്ടും ഈ നാടിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ എല്ലാവരുടെയും വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽസലാം. ഈ രാജ്യത്ത് ഒരു മതേതര ബദലുണ്ടാക്കാൻ സാധ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് CPMന്റെ ആളുകൾ ഞങ്ങൾക്ക് പറയാനുള്ളത്,
നിങ്ങൾ ഈ വയനാട് പുല്ലാടുകളിൽ സ്ഥലത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് മതേതരത്വം എന്ന് പറയുന്ന വാക്കിന് ഇത്തിരി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിക്കൊക്കെ പിൻവലിച്ച് നിങ്ങൾ കോൺഗ്രസിന്റെ, നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയാണ്. ഈ റെക്കോർഡ് ഭൂരിപക്ഷം ഈ വടകരയുടെ മണ്ണില് ഈ കേരളത്തിന്റെ കെ മുരളീധരൻ നൽകി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഉറപ്പായും ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമായി ഈ അവസരം ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, നമസ്കാരം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറും. അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ദേശീയ വിശ്വാസികളുടെയും വിലയേറിയ വോട്ടുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തരും കർമ്മധീരനുമായ സാരഥികൾക്ക് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും വിജയിപ്പിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് പി ജയരാജൻ ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ദീർഘകാലം കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം നടത്തി പ്രവർത്തന അനുഭവമുള്ള ഒരു സഖാവാണ്. അയ്യപ്പ ഭക്തന്മാർക്കുൾപ്പെടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്, അതുപോലെ കണ്ണൂരിൽ നടന്നിട്ടുള്ള യുവജനോത്സവത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും സേവനം ചെയ്യുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സഖാവിനെയാണ്, ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഈ തരത്തിൽ ഇപ്പോൾ ആക്രമണത്തിന് വിധേയമാക്കുന്നത്. അത് വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നാഷണൽ പെർമിറ്റ് പുതുക്കുന്ന ഇടതുപക്ഷത്തിന്റെ അവസ്ഥയെ വളരെ ദയനീയമായി പരാജയപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ പിച്ചും പേയും പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അമേഠിയിൽ അദ്ദേഹം തോൽക്കുന്നത് കൊണ്ടാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്നു. വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചാൽ വയനാട് രാജിവെച്ച് അമേഠി നിലനിർത്തുമെന്ന് പറയുന്നു. ഒന്ന് പറഞ്ഞെന്നല്ല മറ്റൊന്ന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഈ ഇലക്ഷനിൽ നിങ്ങൾ ഇവിടുത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികളും വളരെ വികസനം നടത്തിയ വടകര മണ്ഡലത്തിൽ ഒരു MP ഉണ്ടായി, അല്ലെങ്കിൽ MPക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേൽക്കാൻ എന്തുകൊണ്ടും കഴിവുറ്റ ഒരു നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന് പ്രബുദ്ധ ജനത വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഇന്ന് കേരളത്തിൽ എല്ലാ വ്യവസ്ഥയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയെ നമുക്കറിയാം. മാറാട് കലാപം ഉണ്ടായ സമയത്ത്, അന്നത്തെ അറേ സമയത്തിന്റെ ഒരുപാട് പ്രവർത്തകന്മാർ മരണപ്പെട്ട സമയത്ത് ആ തീവ്രവാദികൾ, കൊലക്കേസിൽപ്പെട്ട തീവ്രവാദികൾ കൂടെ നിന്നുകൊണ്ട് ആണ് നമ്മുടെ കെ മുരളീധരൻ പ്രസ്താവന ഇറക്കിയത്. ഇവരെ രണ്ട് കൂട്ടരും ഇവിടുത്തെ നല്ലവരായ വിശ്വാസികൾക്കും മറ്റ് സമാധാനം പുലരണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്കും എതിരാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. യാതൊരു കാരണവശാലും ഒരു കുറ്റവാളിയല്ല. മറ്റൊരു രീതിയിലും അയാളെപ്പറ്റി, സജീവനെപ്പറ്റി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ശബരിമല കർമ്മസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ 22 ദിവസവും ഈ ധർണാ സമരം മുന്നോട്ട് കൊണ്ടുപോയ ഏക നേതാവാണ് സജീവൻ. ആ സജീവന്റെ വിജയത്തിനു വേണ്ടി എല്ലാ ആളുകളും വോട്ട് ചെയ്യണം. എന്റെ വോട്ടും സജീവന് തന്നെയാണ്, താമര ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ. ജനങ്ങളെ, വടകര പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ മണ്ഡലത്തിനകത്തുള്ള യുവാക്കളും അതുപോലെ തന്നെ കന്നി വോട്ടർമാരുമെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. തങ്ങളുടെ ഈ വോട്ടവകാശം തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി സഖാവ് പി ജയരാജനാണ്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ ഏറെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് സംഘപരിവാരത്തിന്റെ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് ജയരാജൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ജയരാജനെ വിജയിപ്പിക്കണമെന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ആവശ്യമാണ്. ക്യാമ്പസുകൾക്ക് അകത്ത് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്യാമ്പസുകളിലാകെ ജയരാജന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഇപ്പോൾ ക്യാമ്പസുകളിലാകെ വിദ്യാർത്ഥികൾ ജയരാജനെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചുകൊണ്ട്, പെൺകുട്ടികൾ ഉൾപ്പെടെ ജയരാജനെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലെല്ലാം നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. പ്രിയമുള്ള വടകരയിലെ ജനാധിപത്യ വിശ്വാസികളെ, പ്രഗത്ഭനായ കേരളം ഇന്ത്യയും അംഗീകരിക്കുന്ന
VS-നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ തന്നെ പറയുകയുണ്ടായി ഒരു ചാനൽ ചർച്ചയിൽ, ഒരു സഹോദരിയെ വിധവയാക്കിയ അതിൻ്റെ പ്രതീകത്തിന് വോട്ട് പിടിക്കാൻ ഞാൻ വടകര മണ്ണിൽ എത്തുകയില്ല എന്ന്. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ മണ്ണ് സമാധാനത്തിൻ്റെ മണ്ണാണ്. രക്തപ്പുഴ ഒഴുക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ KM-ന് നൽകിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കണമെന്ന് പ്രത്യാശ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ. ഞാനും ആ ശബരിമലയിൽ പോയ സമയത്താണ് നമ്മുടെ സ്ഥാനാർത്ഥി VK സജീവേട്ടൻ അവിടെ ശബരിമലയിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പോട് വരികയും നിലയ്ക്കലിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വളരെ മൃഗീയമായ രീതിയിൽ വണ്ടിയിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ അധികാരികളോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ശരണം വിളിച്ചു എന്നുള്ള കുറ്റത്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ്. ഈ ശരണം വിളിച്ച കാരണത്താൽ ഒരു വ്യക്തിയെ ശബരിമലയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വിശ്വാസം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നതെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞ സമയത്ത് സാർ എന്നോട് പറഞ്ഞത്, നിങ്ങളും ആ വണ്ടിയിലേക്ക് കയറിക്കോളൂ, ശരണം വിളിക്കാൻ താല്പര്യം ഇവിടെ കാണിക്കണ്ട, ശരണം വിളിക്കാത്തവർക്ക് മാത്രമേ ഇങ്ങോട്ട് ഞാൻ കടത്തിവിടാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. അപ്പോൾ ആ രീതിയിൽ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന സമയത്ത് സംഘടനാപരമായി അല്ലെങ്കിൽ സംഘടനയുടെ മുഖമുള്ള ഒരു സംഘടനയുടെ ചുമതലയുള്ള ഒരു കാര്യകർത്താവ് തന്നെ ആ ശബരിമല വിഷയത്തിൽ ഇടപെട്ട് വിശ്വാസികളുടെ കൂടെ നിന്ന് ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ സമയത്ത് അദ്ദേഹത്തോട് തോന്നിയ എൻ്റെ അതേ ഇഷ്ടത്തോടെ ഞാൻ ഈ സമയത്തും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി എൻ്റെ മനസാക്ഷിയെ ഞാൻ ദൃഢപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഈ 17ാം ലോക്സഭയുടെ വോട്ട് ഇപ്രാവശ്യം ശബരിമല ജനകീയ സമിതിയുടെ പേരിൽ എല്ലാവരും VK സജീവന് തന്നെ അർപ്പിക്കണമെന്നാണ് എൻ്റെ സ്നേഹപൂർവ്വമുള്ള നിർദ്ദേശം. LDF സ്ഥാനാർത്ഥി വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം. അവിചാരിതമായാണെങ്കിലും 3 സ്ഥാനാർത്ഥികളെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് വടകരയിലെ ചൂടിനെ കുറിച്ച്. ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് വടകരയിലുള്ളത്. രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് 3 പേരും പറയുന്നു. വടകര LDF സ്ഥാനാർത്ഥി ശ്രീ P. ജയരാജൻ, അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമുള്ള തന്റെ പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കാരണം വലിയ ചൂടും കടുത്ത മത്സരവുമാണ്. കടുത്ത ചൂടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷനിൽ തന്നെ ഞാൻ ഒരു കാര്യം LDF പ്രവർത്തകന്മാരോട് പറഞ്ഞിരുന്നു. ഈ ചൂടിൻ്റെ അവസ്ഥയിൽ കുടിവെള്ളക്ഷാമം പലയിടത്തും ഉണ്ടാവും. അപ്പോൾ കുടിവെള്ള വിതരണത്തിൻ്റെ മേഖലയിൽ കൂടി LDF പ്രവർത്തകന്മാർ ഇടപെടണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആ കാര്യത്തിൽ യൂത്ത് ബ്രിഗേഡ്, യുവാക്കളും യുവതികളും സന്നദ്ധരായി മുന്നോട്ട് വന്ന് കുടിവെള്ള വിതരണമടക്കം ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ജനസേവനത്തിൻ്റെ വിവിധ മേഖലകളിലും യൂത്ത് ബ്രിഗേഡ് ഇടപെട്ടു. രാഷ്ട്രീയം പറയാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് പറയേണ്ടത്, രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച മുഴുവൻ. അല്ല, അത് ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് നേരെയുള്ള ആക്രമണം മറച്ചു വെച്ചുകൊണ്ട് അതോടൊപ്പം രാജ്യത്തുടനീളം 5 വർഷക്കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പട്ടികജാതിക്കാർക്കെതിരെ, പട്ടികവർഗക്കാർക്കെതിരെ മാത്രമല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന ബുദ്ധിജീവികളെക്കെതിരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ നിരവധി ആക്രമണങ്ങളും കൊലകളും നടന്നിട്ടുണ്ട്. അവയൊക്കെ മറച്ചുവെക്കാനാണ് കോൺഗ്രസ്സുകാർ പരിശ്രമിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ നല്ല ചർച്ചയാവണം. അക്രമ രാഷ്ട്രീയത്തിനുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ ഇരയെ ആ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ട് മുദ്ര കുത്തുന്ന ഈ കോൺഗ്രസിൻ്റെ
കപട മുഖത്തിന് നേരെ ഞാൻ ശക്തമായിട്ടുള്ള വിമർശനം. എന്താണ് പി ജയരാജൻ വടകരയിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? എന്ത് പറഞ്ഞാവും? അല്ല, ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ. ദേശീയ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. മാത്രമല്ല, ജനാധിപത്യവും മതനിരപേക്ഷതയും പുലർത്തുന്നതിന് വിശ്വസനീയമായിട്ടുള്ള ഒരു ശക്തി ഇടതുപക്ഷമാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മധ്യപ്രദേശിലൊക്കെ BJP ഗവൺമെൻറ് എന്താണോ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ എടുത്ത നടപടികൾ, കാലിക്കടത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പിടിച്ച് ജയിലിടുകയാണല്ലോ കോൺഗ്രസ് സർക്കാർ. അപ്പോൾ എന്താ BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അതുകൊണ്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ശക്തി ഇടതുപക്ഷമാണ്. അതിന് ലോക്സഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വേണം. അതിന് വടകര കൂടി ഒരു സംഭാവന നൽകണം എന്നാണ് ജനങ്ങളോട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ അവസാന പ്രതീക്ഷ എന്നുള്ള മട്ടില്ല, ഒരു ആയുധം, ഒരു പ്രതീക്ഷ എന്നുള്ള മട്ടിൽ ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവാണ് വയനാട്ടിലേക്ക്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കംപ്ലീറ്റ് കളവ് മാറി. 20-20 എന്നാണ് UDFിൻ്റെ ഒരു അവകാശവാദം. വയനാട് മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലം കൂടി കിട്ടുമെന്നാണ്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസിലെ തമ്മിലടി പുറമെ ശമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിന്റെ തമ്മിലടി പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നത്. അത് യഥാർത്ഥത്തിൽ ഒളിച്ചോട്ടമാണ്. അത് രാജ്യത്തുടനീളം BJPക്ക് പ്രചരണം നടത്താനുള്ളൊരു ആയുധമാകും എന്നതല്ലാതെ കേരളത്തിൽ അത് ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. BJPയുടെ MP മീനാക്ഷി ലേഖി കാര്യകാരണ സഹിതം കണക്കുകൾ നിരത്തി പാർലമെന്റിൽ പ്രതിഷേധം. നമ്മളിപ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഓർക്കാട്ടേരിയയിലാണുള്ളത്. ഓർക്കാട്ടേരിയെ കുറിച്ച് അറിയാത്ത കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള പ്രേക്ഷകരുണ്ടാവില്ല. ഓർക്കാട്ടേരിയയിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സജീവൻ സംസാരിക്കുകയാണ്. കടുത്ത ചൂടാണ്, കടുത്ത മത്സരമാണ്. പക്ഷെ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ചർച്ചകൾ വഴിമാറ്റാൻ പ്രത്യേകിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ബോധപൂർവം LDFും UDFും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ വീണ്ടും വേണം നരേന്ദ്രമോദി എന്നുള്ള, മോദി ഭരണം എന്നുള്ള മുദ്രാവാക്യത്തോടൊപ്പമാണ് എന്നാണ് താഴോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ അനുഭവവേദ്യമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം 1,06,000 പേർക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ 2,000 രൂപ അക്കൗണ്ടിലേക്ക് വന്ന് കിടക്കുന്നതായിട്ടാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ വിലയിരുത്തിയാലും, ഇനി ശബരിമല വിഷയം വിലയിരുത്തിയാലും, അക്രമ രാഷ്ട്രീയം വിലയിരുത്തിയാലും, കാരണം അക്രമത്തിനെതിരായിട്ട് എക്കാലത്തും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഇതിൽ ഏത് വിഷയം പരിഗണിച്ചാലും ജനങ്ങൾ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം, ക്രമാനുഗതമായിട്ട് BJP വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. 2009 ഇരട്ടി വോട്ട് 2014 ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 3 ഇരട്ടിയിലധികം വോട്ട് 2016 ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നൈസർഗികമായിട്ടുള്ള വളർച്ചയിലൂടെ തന്നെയായാലും ഇരട്ടി വോട്ട് കിട്ടുമ്പോൾ ഈ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ വെച്ച് നമുക്ക് ഈ തവണ എന്ത് വന്നാലും ജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വടകരയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ K മുരളീധരനാണ് നമുക്കിപ്പോൾ ഉള്ളത്. മുരളീട്ട, ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വടകര വന്നു. ഇത്ര ദിവസമായി എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ്. 21-ാം തീയതി ഇവിടെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പരിപാടികളിലും വൻപിച്ച ജനസാന്നിധ്യമാണ്. അതൊരു പുതിയ അനുഭവമാണ്. ഇത്രയേറെ ആവേശത്തോടെ ജനങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ആത്മവിശ്വാസം വരും. AICC പ്രസിഡന്റ് തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ കൂടി അത് ഒരുപാട് ഗുണം ചെയ്യും വടകര. കാരണം പക്രന്തളം ചുരം വഴിക്കുള്ള ആ ചുരം, വയനാട് ചുരം വടകരയുടെ ഭാഗം. അപ്പോൾ വയനാട്ടിലുണ്ടാവുന്ന വികസനത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളിൽ
അതിൻ്റെ ഒരു പങ്ക് വടകരയ്ക്ക് ലഭിക്കും. വയനാടിൻ്റെ അതിർത്തി പങ്കിട്ട നിയോജകമണ്ഡലം നിലയ്ക്ക് വടകരയുടെ പ്രാധാന്യം കുറെ കൂടെ വർദ്ധിക്കും. എന്ത് രാഷ്ട്രീയമാണ് കെ മുരളീധരൻ വടകര ജനങ്ങളോട് പറയാനുള്ളത്? രാഷ്ട്രീയ പോരാട്ടം. ഒന്ന്, കേന്ദ്രത്തിൽ ഉറപ്പുള്ള ഒരു ഗവൺമെൻറ്, ഒരു മതേതര ഗവൺമെൻറ്. 2, അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിജയം. ഇത് 2 പോയിന്റാണ് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് വയ്ക്കാനുള്ളത്. അത് ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള റെസ്പോൺസ്. ഈ ആളുകളുടെ ചോദിക്കുമ്പോൾ എന്നും കൊട്ടിക്കലാശം നടക്കുന്ന മണ്ഡലമാണ് വടകര എന്നാണ് പറയുന്നത്. പ്രചരണത്തിൻ്റെ ഒരു ആവേശമുണ്ട് എല്ലായിടത്തും, എല്ലാ യോഗങ്ങളിലും നല്ല ആവേശമുണ്ട്. മാത്രമല്ല ഈ ക്യാമ്പസുകളിൽ ഒരു ചലനം ഉണ്ടാക്കും. അതാണ് യങ് ജനറേഷൻ വളരെയധികം ഈ ഇലക്ഷനിൽ താല്പര്യം കാണിക്കുന്നത്. വടക്കൻ കേരളം മാത്രമല്ല, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മുരളിയുടെ വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ആവേശമുണ്ട്. AICC പ്രസിഡന്റ് തൊട്ടടുത്ത് മണ്ഡലത്തിൽ വയ്ക്കുന്നത്. മൊത്തത്തിൽ കേരളത്തെ സംബന്ധിച്ച് എന്താണ് മുരളിയുടെ പ്രതീക്ഷിക്കുന്നത്? ഓരോ സീറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും എല്ലാം വിജയസാധ്യതയുള്ള നിയോജകമണ്ഡലം. ഒരുപക്ഷെ ഒരു 2020 തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ആവേശകരമായ മത്സരമാണ്. എല്ലാവരും ആശംസകൾ.